ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് 2025 ഡിസംബർ 6. ഇന്ന് ഞങ്ങളവിടെ പോകണമെന്ന് അറിയോ? ഇന്ന് ഞങ്ങൾക്ക് രണ്ട് കല്യാണം ഉണ്ട്. ഒന്നെൻ്റെ കസിൻ്റെ കല്യാണം, ഒന്നെൻ്റെ അമ്മൻ്റെ ഫ്രണ്ടിൻ്റെ മോളെ കല്യാണം. അവർ ഞങ്ങളെ റിലേറ്റീവും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഫസ്റ്റ് പോകുന്നത് എൻ്റെ കസിൻ്റെ വീട്ടിലാണ്. അവരുടെ വീട് വരുന്നത് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് അറിയായിരിക്കും, അകലാപ്പുഴയില്ലേ, അകലാപ്പുഴേൻ്റെ അടുത്താണ് വരുന്നത്. ഞാനും ശിവിലാട്ടനും എമ്മിയും അമ്മയും മാമിയും പിന്നെ അവരെ മോനും ഒക്കെയാണ് കേട്ടോ പോകുന്നത്. ഞങ്ങള് മാമീനെ കൂട്ടാൻ മാമീന്റെ വീട്ടിലേക്ക് പോവാ കേട്ടോ. ഞങ്ങള് മാമീനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അപ്പൊ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ പോയിട്ട് കൂട്ടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാ കേട്ടോ. ശിവിലേട്ടൻ എന്താ സയോണിനെയും കൂട്ടി മുന്നിൽ ഇങ്ങ് പോന്നിക്ക്, മാമി വരുന്നേ ഉള്ളൂ. സയോൺ ഇതാ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടതിന് ശേഷം ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. അങ്ങനെ അതാ നമ്മുടെ മാമി എത്തി. അങ്ങനെ ഞങ്ങളിതാ കല്യാണ വീട്ടിലേക്ക് പോകാൻ നോക്കുകയാണ്. അങ്ങനെ ഞങ്ങളിതാ പാലച്ചുവടൊക്കെ എത്തി. ഇനിയിപ്പോ കുറച്ച് ദൂരേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളിതാ പയ്യോളിയങ്ങാടി എത്തി. പയ്യോളിയങ്ങാടിയിൽ നമുക്ക് ഇഷ്ടം പോലെ പുഴമീനൊക്കെ കിട്ടുന്നതാണ് ശിവലേട്ടൻ പറഞ്ഞത്, എനിക്കറിയില്ല കേട്ടോ. പയ്യോളിയങ്ങാടി കഴിഞ്ഞ് ഫസ്റ്റ് ഇടത്തോട്ടേക്കുള്ള റോഡിനാട്ടോ നമുക്ക് വേണ്ടത്, അതായത് നമ്മൾ അകലാപ്പുഴ റോഡ്. ഇവിടുന്ന് കുറച്ചുണ്ട് എന്നുള്ളത് മാത്രമല്ല, റോഡ് മഹാ അബദ്ധമായോണ്ട് പിന്നെ ഒരുമാതിരി കുതിരയമ്മ പോകുന്നതിൻ്റെ തൊട്ടായിരുന്നു അവസ്ഥ. അവിടെ എത്തുന്നതിന് മുന്നേ വേറൊരു കല്യാണം വീടും കൂടി ഞങ്ങൾ കണ്ട്. പക്ഷെ അവിടെ ഇന്നേനും കല്യാണം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാ അവിടെ ഒരു കാറ് വെച്ചിട്ടില്ല, അതിന്റെ തൊട്ടപ്പുറത്താണ് ഞങ്ങളും വണ്ടി നിർത്തിയത്. അങ്ങനെ ഇതാ അമ്മേന്റെ കുറച്ച് റിലേറ്റീവ്സിനൊക്കെ ഞങ്ങൾ കണ്ടിട്ട് അവരൊക്കെ കല്യാണത്തിന് പോയി തിരിച്ചു വരുന്നതിന്. അപ്പൊ എമ്മിയൊക്കെ വണ്ടിയിലുണ്ട് പറഞ്ഞപ്പോൾ എമ്മീനെ ഞങ്ങളെയൊക്കെ കാണാൻ ഞങ്ങളുടെ അടുത്തൊക്കെ വന്ന് പിന്നെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് അവരും പോയത്. അങ്ങനെ വർത്താനത്തിനൊക്കെ ശേഷം അമ്മയും മാമിയും സയോണും കൂടി ഫസ്റ്റ് കല്യാണത്തിന് പോയി. അവർ വന്നതിന് ശേഷം ഞാനും ശിവലേട്ടനും പോയി, കാരണം എമി മോളുണ്ടല്ലോ. ഇതാ ഈ വണ്ടിയിലൊക്കെ നമ്മുടെ മുൻപോട്ടുള്ള ആൾക്കാരാട്ടോ വരുന്ന കല്യാണത്തിന്. ഇത് നമ്മളെ ശ്രീനേച്ചി ദേവൂട്ടിയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാ വസന്തേച്ചും രാജാപ്പൻ ഇതാ സ്കൂട്ടിമേലും പോയി. അങ്ങനെ മാമിയും സയോണും അമ്മയൊക്കെ തിരിച്ചു. അങ്ങനെ ഞാനും ശിവലേട്ടനും കൂടിയും കല്യാണ വീട്ടിലേക്ക് പോയി. ഇതാ ഞാനും സംസാരിക്കുന്നത് അച്ഛൻ്റെ ഒരു പെങ്ങളാണ് കേട്ടോ, അതിനേക്കാടുള്ള രാധേച്ചിയാ. ഞങ്ങൾ പോയത് സന്ധ്യ നേരത്തെ, അപ്പോൾ ആൾക്കാരൊക്കെ വരുന്നേ ഉണ്ടായിരുന്നല്ലോ. ഇതാ ഇവിടെ കൊലായിരുന്ന് വർത്താനം പറയുന്നൊക്കെ എൻ്റെ റിലേറ്റീവ്സ് ആണ് കേട്ടോ. ഞാൻ ഫോട്ടോ എടുക്കുന്നതെന്ന് വിചാരിച്ചിട്ട് രണ്ടുപേരും പോസ് ചെയ്ത് നിൽക്കുന്നത്. പിന്നെയാ മനസ്സിലായത് ഇവർക്ക് ഇത് വീഡിയോ ആണ്. ഇത് രണ്ടും എൻ്റെ അച്ഛൻ്റെ പെങ്ങളാണ് കേട്ടോ. അടുത്ത കല്യാണം എന്താ ചേച്ചിൻ്റെ വീട്ടിലാണ്. പിന്നെ ഞാൻ ശിവലാട്ടിന് ഫുഡ് കഴിക്കേണ്ട പരിപാടിയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരിക്കാൻ നോക്കി. അപ്പോൾ സാൻവി ഉണ്ടായിരുന്നു അവിടെ കേട്ടോ. അങ്ങനെ ഞങ്ങളെ ബിരിയാണി കിട്ടി കേട്ടോ. അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ശിവലാട്ടൻ ഇങ്ങനെ നോക്കുമ്പോൾ ശിവലാട്ടൻ വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ട ഒരു തിരക്കിലായിരുന്നു. ഈ വീഡിയോയിൽ എൻ്റെ കുറേ കസിൻസിനൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അവരപ്പോൾ അതിലാപ്പുഴയിൽ ഒരു ബോട്ടിംഗ് ഉണ്ടായിരുന്നു. അവർ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനത് ഇതിൽ ഏഡ് ചെയ്യാം കേട്ടോ. ഇവരൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് അധികം നേരം അവിടെ നിൽക്കാൻ ടൈമും കിട്ടിയില്ല. കാരണം എനിക്ക് വന്നിട്ട് വേറൊരു കല്യാണത്തിനും പോകാനുണ്ടല്ലോ. ഇവരെയൊക്കെ കുറച്ച് ഫോട്ടോസ് ഞാൻ ഇവിടെ ഏഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭാര്യയും ഭർത്താവും നല്ല റൊമാൻറ്റിക് പിക്ക് എടുക്കാൻ നോക്കുക. അപ്പം ചെക്കൻ വന്നിട്ട് അങ്ങനെ നിങ്ങൾ രണ്ടാളും എടുക്കണ്ട, ഞാനും കൂടെ കൂടിയിട്ട് എടുത്താൽ മതി എന്നും പറഞ്ഞ് ചെക്കനും നടുവിൽ കയറിയിരുന്നു. പിന്നെ ഏതാ ഇവരെയൊക്കെ സിംഗിൾ കുറേ ഷോട്ടും ഉണ്ട്. അങ്ങനെ കല്യാണ ചെക്കന് ഒരു ബെസ്റ്റ് വിഷസ് ഒക്കെ നൽകി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ രണ്ടാൾ കൂടി എക്സ്ട്രാ ഉണ്ടായിരുന്നു കേട്ടോ, ചന്ദ്രേച്ചിയും സാൻവിയോളും. അങ്ങനെ ഞങ്ങൾ അടുത്ത കല്യാണ വീട്ടിലെത്തി. ഇതാട്ടോ കല്യാണ പെണ്ണ്. ഇവിടെ എനിക്ക് അധികം പേരെ ഒന്നും അറിയില്ല കേട്ടോ, പക്ഷെങ്കിൽ പരിചിതമായ കുറേ മുഖങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് കുറേ പേരെ പരിചയപ്പെട്ടിട്ടുണ്ട്. അമ്മേൻ്റെ കുറച്ച് ഫ്രണ്ട്സിനാ, പിന്നെ അമ്മേൻ്റെ ഫ്രണ്ട് സീനേച്ചിൻ്റെ മോളെ കല്യാണമാണല്ലോ, അപ്പൊ സീനേച്ചിൻ്റെ കുറച്ച് റിലേറ്റീവ്സിനെ, അങ്ങനെ കുറച്ച് പേരെ ഞാൻ പരിചയപ്പെട്ടു. ഇതൊക്കെയാണ് കേട്ടോ അമ്മേൻ്റെ ഫ്രണ്ട്സ്. അപ്പൊ ഞാൻ എല്ലാ ചേച്ചിമാരെയും പരിചയപ്പെടുകയൊക്കെ ചെയ്തു. പിന്നെ അവരോട് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത്. പിന്നെ കുറേ നേരം ഇവിടെ നിൽക്കാൻ പറ്റിയില്ല, കാരണം എന്താ വെച്ചാൽ എമ്മിമോള് കൂട്ടിയിട്ടുണ്ടായിരുന്നു. എമ്മിമോള് അച്ഛമ്മേൻ്റെ കൂടെ വീട്ടിലേനുള്ളത്, ഞാൻ ശിവരാട്ടിന് മാത്രമേ പോയുള്ളൂ. അപ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വരേണ്ടതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ എല്ലാവരോടും സംസാരിക്കുകയൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് വേഗം ഇറങ്ങുക ചെയ്തത്. അങ്ങനെ കല്യാണപ്പെണ്ണിൻ്റെ കൂടെ ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തു. അവരൊക്കെ ഒരു ബെസ്റ്റ് വിഷസ് ഒക്കെ നൽകി അവിടുന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങിയപ്പോഴായിരുന്നു മാമനൊക്കെ വിളിച്ചത്. അവരും ഇവിടത്തേക്ക് വരുന്നുണ്ട്, പിന്നെ റോഡുമ്മിലൊക്കെ എത്തി പോവല്ല ഒന്ന് കണ്ടിട്ട് പോകാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വഴിയിൽ അവരെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ മാമനും മാമിയും പിള്ളേരും അമ്മമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഇതാ എത്തി. ഈ നിൽക്കുന്നത് ഒരു കുഞ്ഞ് യൂട്യൂബറാണ് കേട്ടോ, മൂപ്പർക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ ജസ്റ്റ് വർത്താനൊക്കെ പറഞ്ഞു, പിന്നെ ഞങ്ങളിങ്ങ് പോന്നു. അങ്ങനെ വരുന്ന വഴിക്ക് നമ്മളെ തിരുവള്ളൂർ ടീ സ്റ്റോറിൽ നിന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി അച്ഛനൊരു ചായയൊക്കെ വാങ്ങിച്ചു തന്നു. അപ്പം ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് വീട്ടിലേക്ക് പോന്നു. ഞങ്ങളെ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.